ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ ഒരു മിനി വ്ളോഗാണ്. അപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയുടെ ഫാമിലി ആയിട്ട് സൺഡേ വെട്ടുകാട് പോവുകയാണ്. അപ്പോൾ കുഞ്ഞിനൊരു നേർച്ചയുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും പോകുന്നത്. പിന്നെ പ്രഗ്നൻസി ടൈമിലൊന്നും എനിക്ക് പോകാനായിട്ട് പറ്റിയില്ല. അപ്പോൾ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ വരണമെന്ന്. അപ്പോൾ ഞങ്ങൾ ഒരു 3 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 4:30 ആയപ്പോൾ ചർച്ചിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുർബാന നടക്കുകയായിരുന്നു. ഇവിടെ പുറത്തുള്ള ആ കുരിശടിയിൽ ഞാൻ ഒരു റോസാപ്പൂവിൻ്റെ ഒരു മാലയും പിന്നെ ഞങ്ങൾ ക്യാൻഡിലൊക്കെ കത്തിച്ചു. പിന്നെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ നല്ല ത്രില്ലിലാണ് കേട്ടോ. വെട്ടുകാട് ചർച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരുപാട് പേര് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു ചർച്ച് തന്നെയാണ്. ഞാൻ എൻ്റെ കുഞ്ഞുനാൾ മുതലേ വരാറുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ഒരു ചാപ്പൽ പുതുതായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചാപ്പലിൽ ഞാൻ ഈ ഫസ്റ്റ് ടൈമാണ് എത്തുന്നത്. ഞാൻ യൂട്യൂബിലൊക്കെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചാപ്പൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനകത്ത് ഒരുപാട് സ്പേസ് ഉണ്ട്. നമ്മൾ സാധാരണ ചർച്ചിലൊക്കെ ഉള്ള ചാപ്പലെന്ന് പറയുമ്പോൾ ചെറുതല്ലേ. ഇവിടെ ഒരു എക്സിബിഷൻ പോലെയും കുറച്ച് കാണാനൊക്കെ ഉണ്ട് കേട്ടോ. പള്ളിക്ക് അടിയിലായിട്ടാണ് ഇവർ ഈ ചാപ്പൽ ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ രാമചന്ദ്ര ടെക്സ്റ്റൈൽസിൽ ക്രിസ്മസിൻ്റെ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.